നെല്ലിക്ക കൊണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ക്യാൻഡി ഉണ്ടാക്കിയാലോ? ചിലർക്കുണ്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് മധുരം കഴിക്കണം എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നെല്ലിക്ക കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കും ഇതുപോലെ ക്യാൻഡി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇഷ്ടപ്പെടും. ഇത് പ്രത്യേക ടേസ്റ്റാണ്. എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. ഇതുകൊണ്ട് ജാമും ഉണ്ടാക്കാം കേട്ടോ. ജാം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് നെല്ലിക്ക ഒന്ന് പുഴുങ്ങിയെടുക്കാം. ആവിയിൽ വെച്ച് പുഴുങ്ങിയാലും മതി കേട്ടോ. അപ്പച്ചമ്പി വെച്ച് പുഴുങ്ങിയാലും മതി. ഞാനിവിടെ കുക്കറിൽ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങിയെടുക്കുകയാണ്. ആദ്യം നെല്ലിക്ക നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് നല്ല മാത്രം നോക്കിയെടുക്കണം കേട്ടോ. ചീത്തയുള്ളതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ 2 വിസിൽ വന്നപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടി. കുരുവൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് ഇതുപോലെ എല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തായാലും ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇൻഡാലിയത്തിൻ്റെ ഒരു ചീനിച്ചട്ടിയാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. ഈ നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ശർക്കരയും കൂടെ ഞാൻ ഇച്ചിരി വെള്ളത്തിൽ അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ശർക്കരയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൽക്കണ്ടം അല്ലെങ്കിൽ ഹണിയൊക്കെ ചേർക്കാം. കൽക്കണ്ടമൊക്കെ ചേർത്താൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതൊന്നുമല്ല നിങ്ങളുടെ അടുത്തില്ല എങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതൊന്ന് വറ്റി വരണം കേട്ടോ. കുറുകി വരും. ഇതുപോലെ ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ഉപ്പ് 1-2 നുള്ളു മതി കേട്ടോ. അധികം ഒന്നും ആവശ്യമില്ല. ആ മധുരമായിട്ടൊന്ന് അഡ്ജസ്റ്റായി പോകുന്നതിന് വേണ്ടിയിട്ട് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിമോദകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും ജാമിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അധിക സമയം വെച്ച് പറ്റില്ല. ജാമാണെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ കട്ടിയായി പോകും. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഇതുപോലെ വരട്ടിയെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കാരണം തണുക്കുമ്പോൾ ഇച്ചിരി കട്ടിയാകുന്നുണ്ട്. ഇത് നമുക്ക് കുറേ നാൾ സൂക്ഷിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണേ. പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. കേടൊന്നും ആയിട്ടില്ല. ഇനി ക്യാൻഡിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് കുറച്ച് സമയം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ സ്പൂണിൽ നിന്ന് വിട്ടു പോരാണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു പരുവാകണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ക്യാൻഡി രൂപത്തിൽ ബോളുകളാക്കി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഹാർഡാവും. ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തണുത്ത ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇതുപോലെ പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ പഞ്ചസാര പൊടിച്ചതിൻ്റെ അകത്തേക്ക് കുറച്ച് ചുക്കിൻ്റെ പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതെല്ലാം കൂടെ കൂടി ചെറിയ ചെറിയ ബോളുകളാക്കി അതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യ് എന്തെങ്കിലും തൂക്കാം. അതിനുശേഷം ഓരോ ബോളും ഈ പഞ്ചസാരയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത ശേഷം നമുക്ക് എടുത്ത് വെക്കാം. ഇല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പോകും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഓരോരോ ബോളുകൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴേക്കും കട്ട് ചെയ്തെടുത്താലും മതി. അതിൽ ക്യൂബ്സായിട്ട് അങ്ങനെയും ക്യാൻഡി ഉണ്ടാക്കി വെക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള അയൺ റിച്ച് ആയിട്ടുള്ള ദഹനത്തിനും മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ നല്ലതല്ലേ ഈ നെല്ലിക്ക. അപ്പോൾ നെല്ലിക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.